ഉപതെരഞ്ഞെടുപ്പ് തീയതി അടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കേരളം ശരിക്കും പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ഗോതയിലാണ്. UDF, LDF, BJP എന്നീ മൂന്ന് മുന്നണികളുടെ വാശിയേറിയ മത്സരം കാണാം നമുക്ക്. UDF-നെയും LDF-നെയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അഭിമാന പോരാട്ടം തന്നെയാണ് നിലമ്പൂരിൽ നടക്കുന്നത്. കച്ചകെട്ടിയിറങ്ങി തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നേതാക്കൾ ഇവിടെ എത്തിയിരിക്കുന്നത്. മത്സരയോട്ടം തുടരുകയാണ്. UDF-ഉം LDF-ഉം തമ്മിലുള്ള നേരിട്ട ഒരു അംഗമാണ് കാണുന്നത്. എന്നാലും തൊട്ടു പിന്നാലെ വോട്ട് കൂട്ടാൻ BJP-യും ആഞ്ഞു ശ്രമിക്കുന്നുണ്ട്. ഇനി നമുക്ക് നിലമ്പൂർ മണ്ഡലമൊന്ന് പരിശോധിക്കാം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്ക് എന്നും രാഷ്ട്രീയ ചിത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. നിലമ്പൂർ താലൂക്കിലെ നിലമ്പൂർ നഗരസഭയും അമരമ്പലം, ചുങ്കത്തറ, എടക്കര, കരുളായി, മുത്തയിടം, പോത്തുക്കൽ, വഴിക്കടവ് എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾക്കൊള്ളുന്നതാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത്. 2,32,384 വോട്ടർമാരാണ് ഇവിടെയുള്ളത്. ആകെ 1,13,486 പുരുഷ വോട്ടർമാരും 1,18,889 സ്ത്രീ വോട്ടർമാരും മണ്ഡലത്തിലുണ്ട്. നിലമ്പൂർ നിയമസഭയിൽ ഏകദേശം 15,986 പട്ടികജാതി വോട്ടർമാരുണ്ടെന്നാണ് 2011 സെൻസസ് പ്രകാരം പറയുന്നത്. അതായത് ഏകദേശം 7.72%. മുസ്ലിം വോട്ടർമാരുടെ മാത്രം കണക്ക് നോക്കുകയാണെങ്കിൽ 9,907 ആണ് ഉള്ളത്. അതായത് 43.9%. 22,364 ക്രിസ്ത്യൻ വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. അത് ഏകദേശം 10.8%. ഇനി ഹിന്ദു വോട്ടർമാരുടെ കണക്ക് പരിശോധിച്ചാൽ 93,806 ആണ്. അതായത് 45.3% വോട്ടർ പട്ടിക വിശകലനം അനുസരിച്ച് പറയുന്നുണ്ട്. ഇനി മണ്ഡലത്തിന്റെ ചരിത്രം ഒന്നുകൂടി പരിശോധിക്കുകയാണെങ്കിൽ നിലമ്പൂർ മണ്ഡലത്തിൽ 2021 അവസാനമായി തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ PV അൻവർ ആയിരുന്നു 27,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി VV പ്രകാശിനെയാണ് PV അൻവർ പരാജയപ്പെടുത്തിയത്. അതായത് മുതിർന്ന കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ് പതിറ്റാണ്ടുകളോളം കുത്തകയാക്കി വെച്ചിരുന്ന മണ്ഡലമാണ് മലപ്പുറത്തെ നിലമ്പൂർ. അവിടെയാണ് 2016 CPM പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PV അൻവർ ആദ്യമായി മിന്നുന്ന വിജയം സ്വന്തമാക്കിയത്. അന്ന് അൻവർ ആര്യാടൻ ഷൗക്കത്തിനെ നിലമ്പൂരിൽ മുട്ടുകുത്തിച്ചിരുന്നു. 11,504 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു നിലമ്പൂർ പിടിച്ചെടുത്തത്. നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് കന്നിജയം CPM-ന് നേടാൻ സാധിച്ചത് 1965-ലാണ്. K. കുഞ്ഞാലിയാണ് ആദ്യമായി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ഏറനാട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തുടക്കമിടുകയും നിലമ്പൂരിൽ പാർട്ടിയെ വളർത്തുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. അന്ന് കുഞ്ഞാലി പരാജയപ്പെടുത്തിയത് ആര്യാടൻ മുഹമ്മദിനെയാണ്. പിന്നീടും കുഞ്ഞാലി നിലമ്പൂരിൽ സീറ്റ് നിലനിർത്തി. 1967 നടന്ന തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലി വിജയിച്ചു. പക്ഷെ പിന്നീട് 1970 നടന്ന തെരഞ്ഞെടുപ്പിൽ CPM-ന് സീറ്റ് നഷ്ടമായി. കോൺഗ്രസ് സ്ഥാനാർത്ഥി ആദ്യമായി വിജയിച്ചു. MB ഗംഗാധരനായിരുന്നു ജയം സ്വന്തമാക്കിയത്. ആദ്യമായി ആര്യാടൻ മുഹമ്മദ് നിലമ്പൂർ മണ്ഡലത്തിൽ വിജയിക്കുന്നത് 1977-ലാണ്. ആര്യാടൻ മണ്ഡലം പിടിച്ചെടുത്തത് CPM സ്ഥാനാർത്ഥി സേതാലിക്കുട്ടിയെ പരാജയപ്പെടുത്തിയ ശേഷമായിരുന്നു. പക്ഷേ ആര്യാടൻ മുഹമ്മദിനെ പരാജയപ്പെടുത്തി 1982 TK ഹംസ മണ്ഡലം തിരിച്ചുപിടിക്കുകയും ചെയ്തു. ഹംസയുടെ വിജയം 1,566 വോട്ടുകൾക്കായിരുന്നു. പിന്നീട് നിലമ്പൂരിൽ കോൺഗ്രസ് പടയോട്ടമായിരുന്നു. നിലമ്പൂർ 1987 മുതൽ കോൺഗ്രസിന്റെ കോട്ടയായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അത് ചെറിയ യാത്രയല്ല. ഏകദേശം 30 വർഷത്തിലധികം ആര്യാടനാണ് മണ്ഡലം ഭരിച്ചിരുന്നത്. അതായത് 1987 മുതൽ 2011 വരെ കോൺഗ്രസിന്റെ കുത്തകയായി മാറി മണ്ഡലം. ആ കോട്ടയിലേക്കാണ് PV അൻവറിന്റെ കടന്നുവരവ്. ആ വരവ് ശരിക്കും കോൺഗ്രസിന് മണ്ഡലത്തിൽ ക്ഷീണമുണ്ടാക്കി. ഇടതുപക്ഷം നിലമ്പൂരിലെ പോരാട്ട സീറ്റ് 2016 PV അൻവറിലൂടെ തിരിച്ചുപിടിക്കുന്നതാണ് പിന്നീട് കണ്ടത്. UDF പാളയത്തെ മുഴുവനായി ഞെട്ടിച്ചായിരുന്നു അൻവറിന്റെ ആ വിജയം. ഇടതുപക്ഷത്തിന്റെ ആ കടന്നുവരവ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി തന്നെയായിരുന്നു. പിന്നീട് 2016 മുതൽ 2025 ജനുവരി വരെ അൻവറായിരുന്നു മണ്ഡലം ഭരിച്ചത്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായി അറിയപ്പെട്ടിരുന്ന അൻവർ CPM-നും മുഖ്യമന്ത്രിക്കുമെതിരായ സൈബർ ആക്രമണങ്ങളെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ മുൻപന്തിയിൽ നിൽക്കവെയാണ് സ്വർണ്ണക്കടത്തടക്കം നിരവധി വിവാദങ്ങൾ പുറത്തുവന്നത്. പിന്നീട് ഇടതുപക്ഷത്തിൽ നിന്നും പിണറായി വിജയന്റെ ഗുഡ് ബുക്കിൽ നിന്നും അൻവർ പടിയിറങ്ങി. അങ്ങനെ വീണ്ടും നിലമ്പൂർ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് എത്തി.
പൊതുവിൽ പറയുകയാണെങ്കിൽ UDF-നാണ് മണ്ഡലത്തിൽ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മുൻതൂക്കമുള്ളത്. പക്ഷേ കോൺഗ്രസ് കുത്തകയായിരുന്ന ഈ സീറ്റ് കച്ചകെട്ടിയിറങ്ങിയാൽ പിടിച്ചെടുക്കാമെന്ന പ്രതീക്ഷ ഇടതുപക്ഷത്തിനുമുണ്ട്. അതിന് ഉദാഹരണമാണ് അൻവർ. അതേസമയം NDA നിലമ്പൂർ മണ്ഡലത്തിൽ ജയിച്ചാൽ അത് ചരിത്രമാകും. കാരണം 60 കൊല്ലം കൊണ്ട് പറ്റാത്തത് ഇപ്പോൾ തിരിച്ചുപിടിക്കാൻ രാപ്പകൽ ശ്രമം BJP-യും ഇവിടെ നടത്തുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.